മലപ്പുറം കോട്ടയ്ക്കലിൽ മുസ്ലിം ലീഗിന് വീണ്ടും തിരിച്ചടി നൽകി CPM. നഗരസഭാ വികസന സ്ഥിരം സമിതി അധ്യക്ഷ സ്ഥാനം LDFന് ലഭിച്ചു. 19ാം വാർഡിലെ ഇടതു കൗൺസിലർ ബി സരള ടീച്ചറാണ് എതിരില്ലാതെ സ്ഥിരം സമിതി അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. Peace Public School, Kottakkal, nurturing world-class leaders. മുസ്ലിം ലീഗിലെ വിഭാഗീയതയ്ക്ക് പിന്നാലെ നഗരസഭ അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്ത ഒരാഴ്ചയോളം CPM ഭരിച്ച കോട്ടയ്ക്കലിൽ വികസന സ്ഥിരസമിതി തിരഞ്ഞെടുപ്പിൽ ലീഗിന് വീണ്ടും തിരിച്ചടി. അധ്യക്ഷ സ്ഥാനത്തേക്ക് 19ാം വാർഡിലെ ഇടത് കൗൺസിലർ വി സരള ടീച്ചറെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. 5 പേരടങ്ങിയ നിലവിലെ വികസന സമിതിയിലെ അധ്യക്ഷ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷയായിരുന്നു. മറ്റൊരാൾ തുടർച്ചയായി കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തതിന് അയോഗ്യത ലഭിച്ച ലീഗിലെ തന്നെ 2ാം വാർഡ് കൗൺസിലർ. ബാക്കി 3 പേരിൽ വനിതാ പ്രാതിനിധ്യം സരള ടീച്ചർക്കായിരുന്നു. ഇതോടെയാണ് ഇവർക്ക് സ്ഥാനം ലഭിച്ചത്. തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൗൺസിലർമാർ ആരും പങ്കെടുത്തിരുന്നില്ല. തിരഞ്ഞെടുക്കപ്പെട്ടതിൽ LDF കൗൺസിലർമാർ ആഹ്ലാദ പ്രകടനം നടത്തി. മുസ്ലിം ലീഗിലെ വിഭാഗീയതയാണ് വികസന സമിതിയിലെ അധ്യക്ഷ സ്ഥാനം ലഭിക്കാൻ കാരണമെന്നും വരുന്ന 2 വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലും വിജയിക്കുമെന്നും CPM ലോക്കൽ സെക്രട്ടറി TP ഷമീം പറഞ്ഞു. ഇതിൽ ആദ്യമായിട്ട് നമ്മൾ കാണേണ്ടത് ഒന്ന് മുസ്ലിം ലീഗിനകത്തുള്ള വിഭാഗീയതയും വികസന മുരടിപ്പും തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. ഒന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് കോട്ടക്കൽ നഗരസഭയിലെ 2ാം വാർഡിൽ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർ ഈ നഗരസഭയിൽ നടക്കുന്ന ലീഗിനകത്ത് നടന്ന വിഭാഗീയതയുടെ ഭാഗമായിട്ട് ഒരു വർക്കും നടക്കാതെ ഒരു പ്രവർത്തനവും നടത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് പോവുകയും അവർ ഈ രാജ്യത്ത് നിന്ന് തന്നെ പോകുന്ന സ്ഥിതി ഉണ്ടായി. തുടർന്ന് അയോഗ്യത ആക്കപ്പെട്ടു. ആ കാരണം കൊണ്ടുണ്ടായിരുന്ന ഒഴിവും മറ്റൊന്ന്, ലീഗിനകത്ത് വിഭാഗീയതയുടെ ഭാഗമായിട്ട് ചെയർപേഴ്സൺ സ്ഥാനത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാറ്റങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒഴിവിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇടതുപക്ഷം ഈ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ കാരണം. തീർച്ചയായിട്ടും ഇവിടെ നടക്കുന്ന കോട്ടയ്ക്കലിനകത്ത് ആകെ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ ആദ്യ സൂചനയാണ് ഇത്. ഇനിയിപ്പോൾ നമുക്കൊക്കെ അറിയാം, അടുത്ത മാസം തന്നെ ഇവിടെ 2 ബൈ ഇലക്ഷൻ ഈ നഗരസഭയ്ക്കകത്ത് നടക്കാൻ പോവുകയാണ്. നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇടതുപക്ഷം ഈ 2 സീറ്റിലും വിജയിക്കും എന്നുള്ളതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. നേതാക്കളായ N പുഷ്പരാജൻ, T കബീർ, TP സുബൈർ കൗൺസിലർമാർ എന്നിവർ നേതൃത്വം നൽകി. ബാക്കിയുള്ള 4 സ്ഥിരസമിതി സ്ഥാനങ്ങളിലേക്ക് കഴിഞ്ഞ തവണ സ്ഥാനം അലങ്കരിച്ച ലീഗിലെ കൗൺസിലർമാർ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടു. വിദ്യാഭ്യാസം പാറൊളി റംല, ക്ഷേമകാര്യം ആലമ്പാട്ടി റസാഖ്, പൊതുമരാമത്ത് PT അബ്ദുൽ നാസർ, പുതുക്കിടി മറിയാമു എന്നിവർ അധ്യക്ഷന്മാർ. സാമ്പത്തികം വൈസ് ചെയർമാൻ ചെരട മുഹമ്മദ് അലി വഹിക്കും. ഡെപ്യൂട്ടി കളക്ടർ അൻവർ സാദത്തായിരുന്നു വരണാധികാരി. ചെയർപേഴ്സണായിരുന്ന ബുഷ്ര ഷിബിർ രാജിവെച്ചതിനെ തുടർന്നുണ്ടായ തിരിച്ചടിക്ക് പിന്നാലെ മുനിസിപ്പൽ ലീഗ് കമ്മിറ്റി സംസ്ഥാന നേതൃത്വം പിരിച്ചുവിട്ടിരുന്നു. പിന്നാലെ സംസ്ഥാന സെക്രട്ടറി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ രൂപവത്കരിച്ച അഡ്ഹോക് കമ്മിറ്റിക്കാണ് കോട്ടയ്ക്കലിന്റെ ചുമതല. അതേസമയം കൈവശമുണ്ടായിരുന്ന സ്ഥാനം നിലനിർത്താൻ കഴിയാഞ്ഞത് വിമർശനത്തിന് വഴിവെച്ചിരിക്കുകയാണ്. മലബാർ ടൈംസ്, കോട്ടയ്ക്കൽ.